ഹായ് ഗൈസ്, സോ വെൽക്കം ബാക്ക്. സോ ഞാൻ ഇന്നൊരു തോട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ ചെയ്യുന്നത്. സോ ബേസിക്കലി ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം UK കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടക്കുകയാണ്. സോ ഞാൻ ന്യൂസസും യൂട്യൂബ് വീഡിയോസും എല്ലാം കണ്ടതിന് എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ UK ഒരു 17 years ഓൾഡ് ആയിട്ടുള്ള ഒരാൾ ലൈക്ക് ഒരു ചെറുക്കൻ കുറേ പിള്ളേരെയൊക്കെ കുത്തി മൂന്ന് പിള്ളേർ മരിച്ചു, കുറേ പിള്ളേർക്ക് പരിക്കേറ്റു. സോ അവിടുത്തെ ആൾക്കാർ വിചാരിച്ചു ഇതൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ആരോ ചെയ്തതാണെന്ന് വിചാരിച്ചിട്ട് അവർക്കെതിരെ ഭയങ്കര പ്രൊട്ടസ്റ്റ് ഉണ്ടായി. അങ്ങനെ ആണ് അവിടെ മൊത്തം പ്രൊട്ടസ്റ്റ് തുടങ്ങിയത്. സോ ഇതിൽ ബേസിക് കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഫോൾസ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഫോൾസ് കാര്യമാണ് അങ്ങോട്ട് കൺവേ ആയത്. അതാരാണ് ചെയ്തതെന്നോ അയാളുടെ ഡീറ്റെയിൽസ് എന്താണെന്നോ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെയാണ് പ്രൊട്ടസ്റ്റ് തുടങ്ങിയത്. സോ ഇതൊരു എക്സ്ട്രീം കേസാണ്. ഇങ്ങനെ പല കാര്യങ്ങളും ഇപ്പം നമ്മൾ തന്നെ ഇപ്പോൾ വയനാട്ടിൽ ഈ ദുരന്തം ഉണ്ടായ സമയത്ത് വീഡിയോസ് ഞാൻ ഒരുപാട് കണ്ടു. അതായത് ഇപ്പോൾ ഒരാൾ ഇങ്ങനെ ഭയങ്കര ബാഡ് അല്ലെങ്കിൽ നെഗറ്റീവ് കമൻസ് ഒക്കെ കൊണ്ടിട്ടപ്പോൾ അയാളുടെ കൈയൊക്കെ ഒടിച്ചെന്നും പറഞ്ഞിട്ട് ഒരു കൈ ഒടിഞ്ഞ ഒരാളുടെ ഫോട്ടോ അതിൻ്റെ ഒപ്പം പ്രചരിച്ചു. സോ ഒറ്റ നോട്ടത്തിൽ ഞാൻ അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇയാൾ എന്ത് സാധനം അങ്ങനെ ഞാൻ വിചാരിച്ചുള്ളൂ. പിന്നെ ഒറിജിനലി അയാളുടെ വീഡിയോ വന്നു, ഈ കമൻ്റ് ഇട്ടത് അയാളല്ല വേറൊരാളാണെന്നും പറഞ്ഞു. അതിന് പിന്നെയും കണ്ടു റിജോ പോളോ അങ്ങനെ എന്തോ ഒരു ചേട്ടൻ്റെ വീഡിയോ ഇതേമാതിരി വന്നു. ആ ചേട്ടൻ്റെ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ആ ചേട്ടൻ്റെ പേരും ആ ചേട്ടൻ്റെ ഫോട്ടോ വെച്ചിട്ടുള്ളൊരു വീഡിയോ. സോ നമ്മളത് കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ അയാളാണെന്ന് വിചാരിക്കുമല്ലേ, നമ്മൾ അതിലെ സത്യാവസ്ഥ അന്വേഷിച്ച് പോകുന്നില്ല. കാരണം നമ്മളെല്ലാവരും ഇത്രയും വലിയൊരു ദുരന്തത്തിൻ്റെ ആഘാതത്തിലും ആ ഒരു വിഷമത്തിലൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് പോകില്ല, നമ്മളറിയാതെ റിയാക്ട് ചെയ്തു പോകും. സോ ഇതാണ് ബേസിക്കലി ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലായിടത്തും കാണുന്ന ഒരു കാര്യം. അപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയൊരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഒരു മലയാളി പയ്യനെ UK ഈ ഒരു പ്രൊട്ടസ്റ്റിൽ ഇങ്ങനെ കുത്തിയെന്നാണ്. സോ ഞാൻ ഒരുപാട് വീഡിയോസൊക്കെ നോക്കി, ഞാൻ ഒരുപാട് ന്യൂസ് നോക്കി, എവിടെയും ഞാൻ കണ്ടില്ല. ഞാൻ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചു നോക്കി, ആർക്കും ഇതിനെപ്പറ്റി ഒരു വലിയ അറിവൊന്നുമില്ല. സോ ഇതൊരു ഒറിജിനൽ ന്യൂസാണോ ഫേക്ക് ന്യൂസാണോ എന്ന് പോലും എനിക്കറിയത്തില്ല. സോ ഓൾവേസ് കീപ് ദിസ് ഇൻ മൈൻഡ്. നിങ്ങളൊരു വീഡിയോ അല്ലെങ്കിൽ നിങ്ങളൊരു പോസ്റ്റ് വായിക്കുകയാണെങ്കിലും നിങ്ങളത് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്കൊരു 100% ഉറപ്പ് വേണം ഇത് ട്രൂ ഇൻഫർമേഷൻ ആണെന്ന്. അതേമാതിരി ഒരു 100% ഇത് സത്യാവസ്ഥയാണ് എന്ന് അറിഞ്ഞിട്ട് അതിന് റിയാക്ട് ചെയ്യാം. നമ്മളെല്ലാവർക്കും അത് നമ്മുടെ എല്ലാത്തിൻ്റെ പ്രായത്തിൻ്റെ നമുക്ക് നല്ല ചോരത്തിളപ്പുണ്ടാകും. ഓരോന്നും കേൾക്കും അതനുസരിച്ച് റിയാക്ട് ചെയ്യാൻ തോന്നും. പക്ഷെ ഒരു അത്രയും ഈ വീഡിയോസ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എല്ലാം ഇത്രയും ഒരുപാട് പേർക്ക് ഫേക്സ് ഉണ്ടാക്കാം, ഹാക്ക് ചെയ്യാം, അത്രയായി ഇംപ്രൂവ്ഡ് ആണ്. ടെക്നോളജീസ് എല്ലാം അത്രയായിട്ടുണ്ട്. സോ ആർക്ക് വേണമെങ്കിലും ഈസിലി ആരുടെ മുഖം വെച്ച് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കാം. AI പോലെ ടൂൾസൊക്കെ യൂസ് ചെയ്ത് എന്ത് വേണമെങ്കിലും ബിൽഡ് ചെയ്യാം, എന്ത് വേണമെങ്കിലും അവർക്ക് ഒരു വീഡിയോസ് പുറത്തിറക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. സോ ഓൾവേസ് മേക്ക് ഷുവർ നിങ്ങൾ കാണുന്ന ഒന്നും സത്യമാവണമെന്നില്ല, എല്ലാം ഒന്ന് ഡബിൾ തിങ്ക് ചെയ്യണം. എന്താണ് ഇത് സത്യമായിരിക്കുമോ, അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് അറിയുന്ന 2-3 പേരോടൊന്ന് ചോദിക്കാം, എന്നിട്ട് ഇതിന് റിയാക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയത്തില്ലേ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ നമ്മുടെ കയ്യിൽ നിന്ന് വന്നു പോയൊരു റിയാക്ഷൻ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതിനെ ഒരുപാട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ പല കേസസിൻ്റെ പുറകെ പോകേണ്ടി വരും. സോ അതേമാതിരി മറ്റുള്ളവർക്ക് വരുന്നൊരു മാനസിക ബുദ്ധിമുട്ട്. ഇപ്പോൾ ആ റിജോ എന്ന് പറഞ്ഞ ചേട്ടൻ, പുള്ളി വയനാട് അവിടെ ആ ക്യാമ്പിൽ നിന്ന് ആളെല്ലാവരും ഹെൽപ്പ് ചെയ്യുന്ന ഒരാൾക്കാണ് ഇങ്ങനെ ഒരു ഗതി വന്നത്. സോ ഒബ്വിയസ്ലി ആളുടെ ഫാമിലി ഇതെന്തോരം സഫർ ചെയ്യുന്നുണ്ടാവും. നമ്മളെല്ലാവരും നമുക്ക് അറിയുന്ന ആളാണെങ്കിൽ പോലും നമ്മൾ വിചാരിക്കില്ല ഇയാളെന്ത് ഇങ്ങനെയെന്ന് നമ്മൾ വിചാരിക്കത്തുള്ളൂ ആദ്യം. സോ എന്തെങ്കിലും ഫേക്ക് ന്യൂസസോ അല്ലെങ്കിൽ ഫേക്ക് വീഡിയോസ് ഫേക്ക് ഫോട്ടോസ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എന്ത് വീഡിയോസും ഫോട്ടോസൊക്കെ ആയിരിക്കട്ടെ നമ്മളിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ഒന്ന് ഡബിൾ തിങ്ക് ചെയ്യാം, ഇത് തന്നെയാണോ, ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിപ്പം മനസ്സിലായി ഈ ഫോട്ടോയിലുള്ള ആളല്ല ഇത് എന്നുണ്ടെങ്കിൽ നമുക്ക് അറിയുന്നവർ മാക്സിമം അത് പറയാൻ ശ്രമിക്കാം. കാരണം അവർക്കും ജീവിക്കണം. ചുമ്മാ അത് ഒരു മീഡിയ എന്നൊരു പ്ലാറ്റ്ഫോം ഉള്ളതുകൊണ്ട് ആരുടെ ലൈഫും എപ്പോൾ വേണമെങ്കിലും കുട്ടിച്ചോറാക്കാൻ പാടില്ലല്ലോ. സോ ഇപ്പോൾ UK നടക്കുന്ന പ്രോബ്ലംസ് ഒരുപാടുണ്ട്, അത് സത്യമായിട്ടുള്ള ന്യൂസാണ്. അതിൽ സൗത്ത് പോർട്ട് എന്ന് പറഞ്ഞൊരു പ്ലേസിൽ എന്തുവാണ് ഈ പ്രോബ്ലംസ് മുഴുവൻ ഞാൻ കേട്ടതും ഞാൻ ന്യൂസിൽ വായിച്ചതൊക്കെ. അപ്പം തന്നെ ഇതിൽ മലയാളീസിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ നമ്മൾ മലയാളീസിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ആർക്കെങ്കിലും ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് അറിയെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണം. So that's it. Bye.